താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ വരുമാനം എന്നറിയപ്പെടുന്നത്? ഉൽപാദന ചെലവിലുള്ള അറ്റ ദേശീയ ഉൽപ്പന്നം. 2025-26 കാലയളവിലെ ധനക്കമ്മി എത്രയാണ്? 4.5%. 2025-26 കാലയളവിലെ ധനക്കമ്മി 4.5%. ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധന സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് GDP. റവന്യൂ കമ്മി കണ്ടെത്തുവാനുള്ള സൂത്രവാക്യം റവന്യൂ ചെലവ് മൈനസ് റവന്യൂ വരവ്. ദേശീയ വരുമാനത്തിൻ്റെ അടിസ്ഥാന വില എന്നറിയപ്പെടുന്നത് GDP. വിദേശത്തു നിന്ന് ഇന്ത്യക്കാർ നേടുന്ന വരുമാനവും ഇന്ത്യയിൽ നിന്ന് വിദേശികൾ നേടുന്ന വരുമാനവും തമ്മിലുള്ള വ്യത്യാസമാണ് NFIA. ഇന്ത്യയിലെ പണനയം നടപ്പിലാക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 2025-26 കാലയളവിലെ റവന്യൂ കമ്മി 1.5%. 2025-26 കാലയളവിലെ റവന്യൂ കമ്മി 1.5%. പണപ്പെരുപ്പ സമയത്ത് RBI ഗവൺമെൻറ് സെക്യൂരിറ്റികൾ എന്ത് ചെയ്യുന്നു? വിൽക്കുന്നു. റിപ്പോ റേറ്റ് ഏത് തരത്തിലുള്ള വായ്പയ്ക്കാണ് ഈടാക്കുന്നത്? ഹ്രസ്വകാല വായ്പകൾ. അടിയന്തര ഘട്ടങ്ങളിൽ ബാങ്കുകൾക്ക് RBI നൽകുന്ന വായ്പയുടെ പലിശ നിരക്കാണ് MSF റേറ്റ്. MSF റേറ്റ് ബാങ്കുകൾക്ക് RBI നൽകുന്ന വായ്പയുടേതാണ്. വായ്പ നൽകുന്നത് RBI ആണ്. CRR വാണിജ്യ ബാങ്കിലെ ആകെ നിക്ഷേപത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം പണമായിട്ട് RBIയിൽ സൂക്ഷിക്കുന്നു. CRR ഒരു നിശ്ചിത ശതമാനം പണമായിട്ട് ബാങ്കുകൾ RBIയിൽ സൂക്ഷിക്കുന്നു. താഴെ പറയുന്നവയിൽ ഈടില്ലാത്ത ബാങ്കുകൾക്ക് RBI നൽകുന്ന വായ്പയാണ് ബാങ്ക് റേറ്റ്. ഈടില്ലാതെ ബാങ്കുകൾക്ക് RBI നൽകുന്നതാണ് ബാങ്ക് റേറ്റ്. എന്നാൽ RBIക്ക് നൽകുന്ന വായ്പകൾ, അതായത് വാണിജ്യ ബാങ്കുകൾ RBIക്ക് നൽകുന്ന വായ്പകളാണ് റിവേഴ്സ് റിപ്പോ. NFIA ഏത് രീതിയിലാകാം? 0, പോസിറ്റീവ്, നെഗറ്റീവ് ഇവയെല്ലാം. ധനക്കമ്മി എന്നാൽ എന്ത്? മൊത്തം ചെലവ് മൈനസ് വായ്പകൾ ഒഴികെയുള്ള മൊത്ത വരുമാനം. താഴെ പറയുന്നവയിൽ പണനയത്തിൻ്റെ ഭാഗമല്ലാത്തത് നികുതി നയങ്ങൾ. ഈടില്ലാതെ വാണിജ്യ ബാങ്കുകൾ RBIക്ക് നൽകുന്ന ഹ്രസ്വകാല വായ്പയാണ് MSF. മൊത്തം ആഭ്യന്തര വായ്പ, RBIയിൽ നിന്നുള്ള വായ്പ, വിദേശ വായ്പ എന്നിവയുടെ ആകെ തുകയാണ് ധനക്കമ്മി. ആറ്റം എന്ന പദം ആദ്യമായിട്ട് ആവിഷ്കരിച്ച വ്യക്തി ഓസ്വാൾഡ്. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് JJ തോംസൺ. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളായ പ്രോട്ടോണുകളെ കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ്. ഷെല്ലുകൾക്ക് ഓർബിറ്റ് അല്ലെങ്കിൽ ഊർജ്ജനിലങ്ങൾ എന്ന പേര് നൽകിയത് നീൽസ് ബോർ. ന്യൂക്ലിയസിന് ഏറ്റവും അടുത്തുള്ള ഷെല്ലാണ് K ഷെൽ. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ആന്റോണിയൻ ലാവോസിയർ. പദാർത്ഥങ്ങൾ കണികകളാൽ നിർമ്മിതമാണെന്ന് ആദ്യം പ്രസ്താവിച്ച ഭാരതീയൻ കണാദമുനി. വർണ്ണാന്ധത ബാധിച്ചിരുന്ന പ്രശസ്ത ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ. ഭൂമിയുടെ യഥാർത്ഥ ആകൃതിയെ വിശേഷിപ്പിക്കുന്നത് ജിയോയിഡ്. ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവ് ടോളമി. ഭൂമി പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമാണെന്ന് പറയുന്ന സിദ്ധാന്തം ഭൗമകേന്ദ്ര സിദ്ധാന്തം. ഭൗമകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് നിക്കോളാസ് കോപ്പർനിക്കസ്. ഭൂമി സൂര്യനെ വലയം വയ്ക്കുന്നുവെന്ന് ആദ്യമായി പറഞ്ഞ ഭാരതീയൻ ആര്യഭടൻ. ഭൂമി അച്ചുതണ്ടിൽ സ്വയം തിരിയുന്നതിനെ പറയുന്നത് ഭ്രമണം. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെ? ധ്രുവപ്രദേശങ്ങളിൽ. സൂര്യപ്രകാശത്തിന് ഭൂമിയിലെത്താൻ ഏകദേശം എത്ര സമയം വേണം? 8 മിനിറ്റ് 20 സെക്കൻഡ്. സൗരയൂഥത്തിലെ ഏറ്റവും ചൂടേറിയ ഗ്രഹം ശുക്രൻ. ഭൂമി സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയായിരിക്കുന്ന അവസ്ഥ അബ്ഹീലിയൻ. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന വർഷം 1688. പാർലമെൻറ്റുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റ്. 17-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശം സ്റ്റുവേർട്ട് രാജവംശം. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ചാൾസ് ഒന്നാമൻ. ബ്രിട്ടീഷ് പാർലമെൻറ്റ് ചരിത്രത്തിലെ കറുത്ത ഏട് എന്നറിയപ്പെടുന്ന സംഭവം 1629 പാർലമെൻറ്റ് പിരിച്ചുവിട്ട നടപടി. ബ്രിട്ടീഷ് പാർലമെൻറ്റ് ചരിത്രത്തിലെ കറുത്ത ഏട് എന്നറിയപ്പെടുന്ന സംഭവം 1629 പാർലമെൻറ്റ് പിരിച്ചുവിട്ട നടപടി. ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധ സമയത്ത് രൂപീകരിക്കപ്പെട്ട ന്യൂ മോഡൽ ആർമിയുടെ സ്ഥാപകൻ ഒളിവർ ക്രോംവെൽ. 1688 വിപ്ലവം രക്തച്ചൊരിച്ചിൽ ഇല്ലാതെ നടന്നതിനാൽ അറിയപ്പെടുന്നത് രക്തരഹിത വിപ്ലവം.
അന്യായമായി ഒരാളെ തടവിൽ വയ്ക്കുന്നതിനെതിരെ പാസാക്കിയ നിയമം ഹേബിയസ് കോർപ്പസ് നിയമം. രണ്ടാം മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന 1689 നിയമം ബിൽ ഓഫ് റൈറ്റ്സ്. മഹത്തായ വിപ്ലവത്തെ തുടർന്ന് ഇംഗ്ലണ്ടിൽ അധികാരത്തിൽ വന്ന ദമ്പതികൾ മേരി 2, വില്യം 3.